പാലാ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും മുതിർന്ന പൗരൻ 104-കാരനായ ഔസേപ്പച്ചൻ മൂലയിത്തോട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ജനാധിപത്യ പ്രക്രിയയ്ക്ക് ശക്തി പകർന്ന കടനാട് പഞ്ചായത്തിലെ 6-ാം വാർഡിലെ മൂലയിത്തോട്ടത്തിൽ വീട്ടിലിരുന്നാണ് ഔസേപ്പച്ചൻ വോട്ട് രേഖപ്പെടുത്തിയത്. 104 വയസ്സ് പിന്നിട്ട ഔസേപ്പച്ചൻ ജനാധിപത്യ പ്രക്രിയയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വോട്ടിംഗിൽ പങ്കെടുത്തത്. മകൻ സാബു ജോസഫ്, പൗത്രൻ എബി ജോസ് എന്നിവർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് വിശദീകരിച്ചു നൽകി. തുടർന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തി ബന്ധപ്പെട്ട രേഖകളിൽ ഒപ്പുകൾ വയ്പ്പിച്ചു. മഷി വിരലിൽ പുരട്ടിയ ശേഷം ബാലറ്റിൽ വോട്ട് രേഖപ്പെടുത്തി ബാലറ്റ് പെട്ടിയിൽ വോട്ട് നിക്ഷേപിച്ചു. മൈക്രോ ഒബ്സർവർ ഗിരീഷ് കുമാറും സന്നിഹിതനായിരുന്നു. കോൺഗ്രസ് പ്രവർത്തനായി രാഷ്ട്രീയ രംഗത്തും സജീവമായിരുന്നു ഔസേപ്പച്ചൻ. സ്വാതന്ത്ര്യത്തിന് മുൻപ് രൂപീകരിക്കപ്പെട്ട നികുതിദായക സംഘത്തിലും സജീവമായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പാലായിൽ സംഘടിപ്പിക്കപ്പെട്ട സമരങ്ങളിലും പലതവണ പങ്കെടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച റാലിയിൽ പങ്കെടുത്തതിനെ തുടർന്ന് ഔസേപ്പച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷവും കോൺഗ്രസിൽ പ്രവർത്തിച്ചു. തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം കേരള കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ അതിൽ ചേർന്നു. വർഷങ്ങളോളം കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ചു. മൂന്നാനി വാർഡിൽ 25 വർഷത്തോളം കേരള കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റായി. പിന്നീട് മൂന്നാനിൽ നിന്നും ഇഞ്ചികാവിലേക്ക് താമസം മാറി. വിശ്രമ ജീവിതം നയിക്കുന്ന ഔസേപ്പച്ചനെ കാണാൻ മന്ത്രിയായിരിക്കെ കെ മാണി എത്തുകയും ആദരവ് നൽകുകയും ചെയ്തിരുന്നു. പാലായുടെ പ്രഥമ ബിഷപ്പായ മാർ സെബാസ്റ്റ്യൻ വയലിന്റെ സഹോദരി പുത്രനാണ് ഔസേപ്പച്ചൻ.